ಸಣ್ಣ ಹಠವ ಮಾಡಿದೆ ಹೃದಯ ಈ ದಿನ ಎದೆಯ ದೂರವಾಣಿಯ ಕರೆಯ സംസ്ഥാന സർക്കാരിന്റെ ഈ പ്രിയദർശിനി പദ്ധതി കണ്ടപ്പോഴുണ്ടല്ലോ പലർക്കും ഒരു സംശയമുണ്ട് കേട്ടോ. ഇതിന് പിന്നിൽ കേന്ദ്ര സർക്കാരിന്റെ PME ബസ് സേവാ പദ്ധതിക്കുള്ള ഒരു കളമുരുങ്ങലാണോ എന്ന്. ഞാനും AI ഉപയോഗിച്ചൊന്ന് പെറുക്കി നോക്കി. സംഗതി ഇങ്ങനാണ്. രാജ്യത്താകെ 38,000-ലധികം AC ഇലക്ട്രിക് ബസ്സുകൾ ഇറക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ പദ്ധതി. പക്ഷെ ബസ് വാങ്ങി ഓടിക്കുന്നത് സർക്കാരല്ല. ടാറ്റ, JBM, ഒലക്ട്ര പോലുള്ള സ്വകാര്യ കമ്പനികളായിരിക്കും ബസ്സുകൾ വാങ്ങിച്ചിട്ട് ഡ്രൈവർമാരെ വെച്ച് സർവീസ് നടത്തുക. ടിക്കറ്റ് നൽകുന്നത് KSRTC ജീവനക്കാരാണ്. കമ്പനികൾക്ക് കിലോമീറ്ററിന് കേന്ദ്ര സർക്കാർ സബ്സിഡി നൽകും. ഇതേ മാതൃക കേരളത്തിലും വരുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം, കണ്ണൂർ, മലപ്പുറം, തൃശൂർ, കൊല്ലം, കോട്ടയം തുടങ്ങിയ നഗരങ്ങളിലാണ് ആദ്യഘട്ടം ലക്ഷ്യമിടുന്നതെന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇതിനായിട്ട് KSRTC ഡിപ്പോകളിൽ ഈ ബസ്സുകൾ ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങളും ഒരുക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുന്നുണ്ടെന്ന് നമ്മുടെ AI പറയുന്നു. അപ്പോൾ ഇതിന്റെ യഥാർത്ഥ ആഘാതം എവിടെയാകുമെന്നൊന്ന് ആലോചിച്ച് നോക്കിയാലുണ്ടല്ലോ, പുതിയ ഈ ബസ്സുകൾ നഗരങ്ങളിലേക്ക് വന്നേക്കാം. അല്ലെങ്കിൽ അവയ്ക്കായിട്ട് പഴയ ഡീസൽ KSRTC ബസ്സുകളൊക്കെ വേറെ റൂട്ടുകളിലേക്ക് മാറ്റപ്പെട്ടേക്കാം. അപ്പോൾ ഏറ്റവും വലിയ തിരിച്ചടി നേരിടേണ്ടി വരുന്നത് സ്വകാര്യ ബസ് മേഖലയാകില്ലേ? അതിൻ്റെ കൂടെ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയും കൂടി ഈ ബസ്സുകളിലേക്ക് വ്യാപിപ്പിച്ച ഏതായാലും സ്വകാര്യ ബസ് തൊഴിലാളികളുടെ മുന്നിലുള്ള പ്രതിസന്ധി ഇനിയും രൂക്ഷമാകുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു സംശയം. ഇതൊക്കെ സംഭവിക്കുമോ ഇല്ലയോ എന്നത് വരും ദിവസങ്ങളിൽ അറിയാം. പക്ഷെ സംഭവിച്ചാൽ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടേണ്ടി വരുന്നത് ആരായിരിക്കും എന്ന ചോദ്യത്തിന് രണ്ട് ഉത്തരവില്ല കേട്ടോ. उधर किधर जाता है? हम इस पे नहीं जाएगा क्या? ये तो बड़ा बाप का है, हम उस पे जाएगा. ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനും